നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു ഇലക്ഷനിലേക്ക് പോവുക, ഇലക്ഷന്റെ റിസൾട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ രാജ്യത്ത് നല്ല ഭരണാധികാരികളും നല്ല മന്ത്രിസഭയും നല്ല ഭാവിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. അതോടൊപ്പം ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ സെലക്ട് ചെയ്യണം. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമുക്കുണ്ട്. അതിനിടയിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യണം. ഒരു ദിവസം സെലക്ട് ചെയ്ത് അബദ്ധം പറ്റാൻ പാടില്ല. ഒരു 5 വർഷം സെലക്ട് ചെയ്ത് ഇവർക്കും അബദ്ധം പറ്റാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് അവർ മാറണം. മാറുന്നതോടൊപ്പം തന്നെ അവർ മറ്റുള്ളവരെ നമ്മളേക്ക് റെഫർ ചെയ്യണം. ഇതൊക്കെയാണ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു സംരംഭകനാണല്ലോ നാടിനെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്, ബ്രാൻഡിങ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു അവസാന ഭാഗം നമ്മൾ എന്തൊക്കെ സെല്ലിംഗ് പോയിന്റുകൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താലും ശരി, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും ശരി, അതിന്റെ ഒക്കെ കൂടെ നമുക്ക് വേണ്ട വേറൊരു കാര്യമുണ്ട്. അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ. നമ്മളൊരു സംരംഭകൻ എന്ന നിലക്ക് നമ്മുടെ സ്ഥാപനത്തിലെ കസ്റ്റമർ കെയറിനെ റേറ്റ് ചെയ്യാറുണ്ടോ? അത് നമ്മൾ 10ൽ എത്ര മാർക്ക് നമ്മുടെ ടീം കസ്റ്റമർ കെയറിന് കൊടുക്കുന്നതിന് 10ൽ എത്ര മാർക്ക് ഒരു സംരംഭകൻ എന്നതിൽ നമ്മൾ കൊടുക്കാറുണ്ട്? ഇത് നമ്മൾ വിലയിരുത്തേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ എളുപ്പമാണ്. അത് പഠിച്ചെടുക്കാവുന്നതാണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ പല സംരംഭങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് നമ്മളെ സെലക്ട് ചെയ്യുന്നതിൽ പ്രശ്നം വരുന്നുണ്ട്. അഥവാ സെലക്ട് ചെയ്താൽ തന്നെ കണ്ടിന്യൂസ് ആയ സെലക്ഷൻ, റിപ്പീറ്റ് റെഫറൻസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തണമെങ്കിൽ, ഒരു പാരഡൈം ഷിഫ്റ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ വേണമെങ്കിൽ അവിടെ കൃത്യമായ കസ്റ്റമർ കെയർ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 22 വർഷത്തോളമായി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ നിരീക്ഷിക്കാറുണ്ട്, നമ്മൾ എടുത്തു വരുന്നത്. അതേമാതിരി ഒരുപാട് സംരംഭകരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കാറുള്ള ഒരു കസ്റ്റമർ കെയർ. ഈ കസ്റ്റമർ കെയറിനെ നിങ്ങളുടെ സ്ഥാപനത്തിന് യോജിച്ച രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ട്രെയിനിങ്ങും അതിനുശേഷമുള്ള ഒരു സിസ്റ്റം ഫോർമേഷനും. ട്രെയിനിങ് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളുമായിട്ട് ഇരുന്ന് ഒരു സിസ്റ്റം ഫോം ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ഓർഗനൈസേഷന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനും നല്ലൊരു കസ്റ്റമർ കെയർ കൊടുത്തുകൊണ്ട് നമ്മുടെ ടീമിനെ ഉന്നതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യപ്പെടും, തുടർച്ചയായി സെലക്ട് ചെയ്യപ്പെടും, തുടർച്ചയായി റെഫറൻസ് കിട്ടുന്ന ഓർഗനൈസേഷനായി മാറും. അതിലുപരി നമ്മുടെ ടീം ഫുള്ള് സന്തോഷം കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. നമുക്ക് സമ്മർദ്ദമില്ലാതെ സന്തോഷത്തോടു കൂടി നമ്മുടെ നല്ല ഒരു രീതിയിൽ നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജോലിക്ക് വെക്കുന്ന സ്റ്റാഫ് പലപ്പോഴും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ ഫലമായിട്ട് അവൻ വേറെ ലോകത്താണ് അവന് പലപ്പോഴും നിൽക്കുന്നത്. അവന്റെ ചിന്തകൾ വ്യത്യസ്തമാണ്. അവൻ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കസ്റ്റമർ കെയറിനകത്ത് നമുക്ക് വരുന്നുണ്ട്. പഠിച്ചറിഞ്ഞ് തിരുത്തി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സംരംഭങ്ങളെ മുന്നോട്ട് പോകാം. ഓരോ സംരംഭവും വിജയിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. കാരണം ഒരു സംരംഭകനാണ് ഇവിടെ ക്യാഷ് ഉണ്ടാക്കുന്നത്. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നതും തൊഴിലാളിക്ക് ജോലി കൊടുക്കുന്നതും രണ്ടും ചെയ്യുന്നത് സംരംഭകനാണ്. അതുകൊണ്ട് നമുക്ക് പഠിച്ചറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഉന്നതമായ വിജയങ്ങളിലേക്ക് പോവാം. ട്രെയിനിങ് സംബന്ധമായ റിക്വയർമെന്റ്സിനുമായിട്ട് ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഏറ്റവും മികച്ച കസ്റ്റമർ അനുഭവങ്ങൾ, കസ്റ്റമർ എക്സ്പീരിയൻസ് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ബിസിനസ് ലൈഫ് ഹിയർ ആഫ്റ്റർ. താങ്ക് യു സോ മച്ച്.